ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ട്യൂബ്. ബഷീർ ദിന ക്യൂസിൻ്റെ പാർട്ട് 2 വീഡിയോയുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. പാർട്ട് 1ൻ്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എല്ലാവരും കണ്ടു കാണുമെന്ന് കരുതുന്നു. കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. എല്ലാവരും കാണണേ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടന്നാലോ. ബഷീറിന്റെ ജന്മസ്ഥലമായ വൈക്കം തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ്? കോട്ടയം. ബഷീറിന്റെ ആദ്യ കൃതി ഏതാണ്? പ്രേമലേഖനം. ബഷീറിന്റെ ആത്മകഥാപരമായ കൃതി ഏതാണ്? ഓർമ്മയുടെ അറകൾ. മസറാത്ത് ഒരു ഇന്ത്യൻ എഴുത്തുകാരനെയും സാഹിത്യത്തെയും കുറിച്ചുള്ള അറബ് ഗ്രന്ഥമാണ്. ഏത് സാഹിത്യകാരനെ കുറിച്ചുള്ളതാണ്? വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച്. എട്ടുകാലി മമ്മൂനെ എന്ന കഥാപാത്രം ഏത് കൃതിയിൽ ഉള്ളതാണ്? ആനവാരിയും പൊൻകുരിശും. നിസാർ അഹമ്മദ് എന്ന മാതൃകാ കഥാപാത്രത്തെ ബഷീർ അവതരിപ്പിച്ചത് ഏത് നോവലിലാണ്? ഉപ്പുപ്പാക്കയുടെ ആനുണ്ടാർന്ന്. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ചില കത്തുകൾ ബഷീറിന്റെ കത്തുകൾ എന്ന പേരിൽ 2008 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത് സമാഹരിച്ച് പ്രസിദ്ധീകരിച്ചത് ആരാണ്? പത്രപ്രവർത്തകയായ KA ബീന. ഭാഷയിലെ വ്യവസ്ഥാപിത വ്യാകരണ സംവിധാനത്തെ കളിയാക്കിക്കൊണ്ട് പളുങ്കൂസൻ വ്യാകരണം എന്ന് ബഷീർ എഴുതിയത് ഏത് കൃതിയിലാണ്? പാത്തുമ്മയുടെ ആട്. ഉജ്ജീവനം വാരികയിൽ ഏതു തൂലിക നാമത്തിലാണ് ബഷീർ എഴുതിയിരിക്കുന്നത്? പ്രഭ. ബഷീറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച വർഷം ഏത്? 1970. മമ്മൂട്ടി നായകനായി അഭിനയിച്ച ബാല്യകാല സഖി സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? പ്രമോദ് പയ്യന്നൂർ. ബഷീറിന്റെ വീട്ടിലെത്തിച്ചേർന്ന ഒരു പൂച്ചയെ ചുറ്റിപ്പറ്റി ബഷീർ എഴുതിയ കൃതി ഏതാണ്? മാന്ത്രിക പൂച്ച. കാടായി തീർന്ന ഒറ്റമരത്തിന്റെ ആത്മകഥയാണ് ബഷീറിന്റെ സാഹിത്യം എന്ന് വിലയിരുത്തിയ നിരൂപകൻ ആരാണ്? MN വിജയൻ. തന്നെ അലട്ടിയിരുന്ന മാനസിക അസുഖത്തിന് ചികിത്സയും വിശ്രമവുമായി വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിലുള്ള തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ 1954 ബഷീർ എഴുതിയ കൃതി ഏതാണ്? പാത്തുമ്മയുടെ ആട്. കൽക്കത്തയിൽ വെച്ച് ഇംഗ്ലീഷിൽ രചിക്കുകയും പിന്നീട് മാതൃഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുകയും ചെയ്ത ബഷീർ കൃതി ഏതാണ്? ബാല്യകാല സഖി. മതിലുകൾ എന്ന സിനിമയിൽ നാരായണിക്ക് ശബ്ദം നൽകിയത് ആരാണ്? KPSC ലളിത. ബഷീറിന് സംസ്കാര ദീപം അവാർഡ് ലഭിച്ച വർഷം ഏതാണ്? 1987. ബഷീറിന്റെ മക്കൾ ആരെല്ലാം? ഷാഹിന, അനീസ്. 2024 ബഷീർ പുരസ്കാരം ലഭിച്ചതാർക്കാണ്?
ഇ സന്തോഷ് കുമാർ. നാഗരങ്ങളുടെ ഉപമ എന്ന ചെറുകഥയ്ക്ക്. ബഷീർ പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കാണ്? എം മുകുന്ദന്. നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന കൃതിക്ക്.